പിന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചെളിവാരി എറിയണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവധം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? പിന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ എന്തിനാണ് രാജിവെച്ചത്? ഞാൻ രാജിവെച്ചതിൽ അന്നത്തെ പ്രധാന വിഷയം ഈ പറയുന്ന വനഭേദഗതി ബില്ലും അതോടൊപ്പം 2-3 കാര്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഞാൻ രാജിവെക്കുന്നത്. ജനങ്ങൾ നിലമ്പൂരിലെ പല വിഷയങ്ങളും തടസ്സപ്പെടുന്നു. ജനങ്ങൾ എന്തിനു വേണ്ടിയാണോ LDFന് വോട്ട് ചെയ്തത്, ആ വിഷയങ്ങളിൽ ആ ഗവൺമെന്റിൽ നിന്ന് പല എതിരായ നടപടികളും ഉണ്ടാകുന്നു. മൂന്നാമത്തെ കാര്യം, വീണ്ടും LDF ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരാൻ പോകുന്നു. മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരുമെന്ന നരേഷൻ ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ ശ്രമിക്കുന്നു. അത് ശരിയല്ല. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ LDF അല്ല അധികാരത്തിൽ വരാൻ പോകുന്നത്, UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന ഒരു വോട്ടിംഗ് പാറ്റേണിലൂടെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഈ പിണറായി ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ, അതിനല്ലേ ഞാൻ രാജിവെച്ചത്. ആ രാജിവെക്കുമ്പോൾ എന്താ വേണ്ടത്? എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണല്ലോ UDF ലീഡർഷിപ്പ് തീരുമാനമാക്കേണ്ടത്. അത് ചെയ്യുമെന്നല്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്കുകൂട്ടിയിട്ടുള്ളത്. അതിനുതകുന്ന ഒരു സ്ഥാനാർത്ഥിയാവണ്ടേ? ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ആ അഭിപ്രായ വ്യത്യാസമൊന്നും ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത ഒരു മിഷന് തടസ്സമേ അല്ല. നിങ്ങൾക്കറിയാം, ഇന്നലെ അദ്ദേഹം ഞാൻ ഒരുമിച്ചാണ് ചോർന്നത് ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട്. ഞങ്ങൾ അത്ര വലിയ എതിർപ്പുണ്ടെങ്കിൽ ആരെങ്കിലും തൊട്ടടുത്ത് പോയിരുന്ന ഭക്ഷണം കഴിക്കും. ഇഷ്ടംപോലെ സീറ്റ് അവിടെ അല്ലേ. അദ്ദേഹവുമായുള്ള വിഷയം വേറെയാണ്. അത് ഇവിടെ ഇപ്പം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഘട്ടത്തിൽ അന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അത് ഇലക്ഷന് മുമ്പാവുമോ പിമ്പാവുമോ അത് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ UDF നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയെ ഇനി എന്താ പറയുക, ഈ ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു ചർച്ചയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അവിടെ എൻ്റെ വിഷയം ഒരാൾക്കും എതിർപ്പില്ലാത്ത ആ സമൂഹത്തിൽ നിന്ന്, നിലമ്പൂരിലെ പൊതുസമൂഹത്തിൽ നിന്ന് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ടൊരു വോട്ട് പോകരുന്ന വോട്ടാർക്ക് ആരുമാകട്ടെ. ഞാൻ പറഞ്ഞു, സ്ഥാനാർത്ഥിക്ക് ഒരു പ്രസക്തി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു 2-3 ദിവസം മുമ്പ്. നിങ്ങൾക്കറിയാം, അവിടെ ജനങ്ങളും ഈ പറയുന്ന LDFും തമ്മിലെ പോരാട്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ഒരു കുഴപ്പം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പ്രയാസം കൊണ്ട് ഒരു വോട്ട് പോകരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനിയിപ്പോൾ വേറൊരു സ്ഥാനാർത്ഥിനെ തീരുമാനിക്കപ്പെടുമ്പോഴും ആ സ്ഥാനാർത്ഥിക്കും ചില പരിമിതികളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുന്നത്? അൻവർ അധിക പ്രസംഗിയാണ്. ഞാൻ എവിടെയാണ് അധിക പ്രസംഗം നടത്തിയത്? സ്ഥാനാർത്ഥിയെ തീരുമാനിക്കപ്പെടുന്നത് വരെ എൻ്റെ ധാരണ എന്താ? പൊതുസമൂഹത്തിൻ്റെ ധാരണ എന്താ? UDFിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും, മോശം ഉണ്ടാവില്ല. ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചു, ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചല്ലോ സ്ഥാനാർത്ഥിയായിട്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞു. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം. അതില്ലാന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് ഈ വളച്ച് പറയാനും തിരിച്ചു പറയാനും ഒന്നും സാധിക്കില്ല. ഇനിയിപ്പോൾ ഒരു വടിയാണ് അവിടെ UDF നിർത്തിയിട്ടുള്ളത്. ആ UDFിൻ്റെ ഭാഗമാണെങ്കിൽ എനിക്കെന്താ പ്രയാസം? ആ UDFിൻ്റെ ഭാഗമായി അതിനോടൊപ്പം നിൽക്കാൻ. ഇവിടെ വിഷയം ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട്, ഒരു 25,000-30,000 വോട്ടിനോട് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അതിന് ഉതകുന്ന രീതിയിലെ കാര്യങ്ങൾ നടത്തണം. അപ്പോൾ ഒരു സഹകരണ മുന്നണിയാക്കാമെന്ന് പറഞ്ഞു. അതിന് സമ്മതിച്ചു. സഹകരണ മുന്നണി അറിയാൻ നിങ്ങൾക്കറിയാം. ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണത് മതി, പ്രശ്നമില്ല. ചെറിയ പാർട്ടിയല്ലേ, നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ. അതിനും നമ്മൾ സമ്മതിച്ചു. അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ? ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ. ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ, ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത്? ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യൻ്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ?
ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചെളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവധം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ?